പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ സിംഹത്തിന് സീത എന്ന് പേരിട്ടാൽ എന്താണ് തെറ്റെന്ന് കൽക്കട്ട ഹൈക്കോടതി. ദുർഗാദേവിക്കൊപ്പം സിംഹവും ഉണ്ടല്ലോ എന്നും കോടതി പറഞ്ഞു. ആരാണ് സിംഹത്തിന് പേരിട്ടതെന്ന ചോദ്യത്തിന് പേരിട്ടിട്ടില്ലെന്നാണ് മൃഗശാല അധികൃതരുടെ വിശദീകരണമെന്ന് VHP അറിയിച്ചു. ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് ബംഗാൾ സർക്കാരും അറിയിച്ചിട്ടുണ്ട്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, വലിയ ചർച്ചയായതാണ് ഈ സിംഹത്തിന്റെ പേരുകളും VHPയുടെ ഹർജിയും എല്ലാം തന്നെ. എന്താണിപ്പോൾ ഇതിൽ കൽക്കട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ? കൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപൈഗുരി സർക്യൂട്ട് ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഹർജി വീണ്ടും സർക്യൂട്ട് ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നതും. ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യയാണ് VHPയോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. സിംഹത്തിന് സീത എന്ന പേര് നൽകിയതിൽ എന്താണ് തെറ്റ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഒപ്പം ഹിന്ദു വിശ്വാസപ്രകാരം മൃഗങ്ങളും ദൈവങ്ങളല്ലേ, ദുർഗാദേവിക്കൊപ്പം സിംഹമുണ്ടല്ലോ, സിംഹമില്ലാതെ ദുർഗയെ സങ്കല്പിക്കാനാകുമോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഇത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, സിംഹത്തിന് ആരാണ് പേരിട്ടതെന്നും ഹർജിക്കാർക്ക് ഇക്കാര്യത്തിൽ എന്താണ് താല്പര്യമെന്നുമാണ് ഹൈക്കോടതി ചോദിച്ചത്. സിംഹത്തിന് പേരിട്ടിട്ടില്ല എന്നാണ് ബംഗാൾ സർക്കാർ മറുപടി നൽകിയത്. ബംഗാൾ സഫാരി പാർക്ക് അധികൃതർ മറുപടി നൽകിയതെന്നായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, പേരിട്ടുവെന്ന് ബംഗാൾ സർക്കാരോ ത്രിപുര സർക്കാരോ അറിയിച്ചിട്ടില്ല എന്ന കാര്യവും കൂടി VHPയുടെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും ഈ നിലപാട് തന്നെയാണ് എടുത്തതും. അത്തരം ഒരു പേരിട്ടിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് എടുത്തത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചോദിച്ചത്, ഇതൊരു പൊതുതാൽപര്യ ഹർജിയല്ല, ഇത്തരമൊരു ഹർജി എങ്ങനെ നിലനിൽക്കുമെന്ന ഹർജിയുടെ നിലനിൽപ്പ് തന്നെ ഹൈക്കോടതി ചോദ്യം ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പറഞ്ഞത്, ഇത് വ്യക്തികളുടെ അവകാശങ്ങൾ വ്രണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഇതൊരു പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കാനാവില്ല. നിങ്ങൾ മറ്റൊരു പൊതുതാൽപര്യ ഹർജിയുമായി വരൂ, അപ്പോൾ ഇത് മറ്റൊരു ബെഞ്ച് പരിഗണിക്കും, പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കുന്ന മറ്റൊരു ബെഞ്ച് പരിഗണിക്കും എന്ന കാര്യവും പറഞ്ഞു. ഈ സാഹചര്യത്തിലാണിത്. VHP നൽകിയ ഹർജിയിൽ തൊട്ടു പിന്നാലെ ബംഗാൾ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഹർജി ബംഗാൾ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപൈഗുരി സർക്യൂട്ട് ബെഞ്ചാണ് ഈ ഹർജിയിൽ വാദം കേൾക്കുന്നത്. സീത എന്ന് പേരിട്ടാൽ എന്താണ് തെറ്റെന്നാണ് കൽക്കട്ട ഹൈക്കോടതി ചോദിക്കുന്നത്. ദുർഗാദേവിക്കൊപ്പം സിംഹമുണ്ടല്ലോ എന്നും കോടതി പറഞ്ഞു. ആരാണ് സിംഹത്തിന് പേരിട്ടതെന്ന ചോദ്യത്തിന് പേരിട്ടിട്ടില്ലെന്നാണ് മൃഗശാല അധികൃതരുടെ വിശദീകരണമെന്നും VHP പറഞ്ഞു. ശ്യാം ദേവരാജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.